ചിരിപ്പിച്ചു കൊല്ലുവാൻ വീണ്ടും KCBC മദ്യവിരുദ്ധ സമിതി. വളരെ സമാനതകളുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് KCBC എന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും KSBC എന്ന കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനും. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള ലഹരികളാണ് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്നത്. KCBC പ്രതിദാനം ചെയ്യുന്ന സഭകൾ ആത്മീയത എന്ന പേരിൽ മാരക ലഹരി നൽകുമ്പോൾ KSBC എന്ന കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ മദ്യം എന്ന ലഹരി നൽകുന്നു. ഇതിൽ മാന്യന്മാർ എന്ന് പറയുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. കാരണം മദ്യമാണ്, ഇത് ലഹരിയാണ്. 18 വയസ്സിൽ താഴെയുള്ളവന്മാരൊക്കെ മേടിച്ചടിച്ച് കൂമ്പ് പാടരുത് എന്നൊക്കെ ബോട്ടിലിൽ എഴുതി വെച്ച് ലഹരിയാണ് ജാഗ്രത എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ലഹരി കച്ചവടം നടത്തുന്നത്. അതും പോരാഞ്ഞ് ഇവരുടെ CSR ഫണ്ടും കൊണ്ട് വാട്ടർ പ്യൂരിഫയർ ഒക്കെ മേടിച്ച് ഏതെങ്കിലും സഭകളുടെ സ്കൂളുകളിൽ കൊണ്ട് കൊടുക്കുകയും പാതിരികളത് 2 കൈ നീട്ടി മേടിക്കുകയും ചെയ്യും. സംശയമുണ്ടെങ്കിൽ ബെവ്കോയുടെ സൈറ്റിൽ കയറി ഒന്ന് നോക്കിയാൽ മതി, ഈ പടങ്ങൾ കാണാം. KCBC അവരുടെ ആത്മീയ നേതൃത്വത്തെ വളരെ ബഹുമാനത്തോടെ എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അതുപോലെയാണ് മദ്യക്കച്ചവടം നടത്തുന്ന KSBCയും അവരുടെ നേതൃത്വത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കണ്ടോ, ബെവ്കോ ലഹരി സുലഭമായി നൽകിയിട്ട് മുടിഞ്ഞ ഉപദേശവും കൂടി നൽകും. ലഹരി മാരകമാണ്, അത് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കും. ഇവിടെയും ബെവ്കോയാണ് മാന്യൻ. കാരണം ബിഷപ്പുമാർ തങ്ങൾ നൽകുന്നത് ലഹരിയാണെന്ന് ഒരിക്കലും പറയുകയില്ല. ബെവ്കോയിൽ നിന്ന് മേടിച്ചടിക്കുന്നതിൻ്റെ കെട്ട് 2-3 മണിക്കൂറിനുള്ളിൽ ഇറങ്ങുമെങ്കിൽ മറ്റേതിൻ്റെ കിക്ക് ആജീവനാന്തം കിടക്കും എന്നതാണ് വ്യത്യാസം. ഇങ്ങനെ ലഹരി പ്രദാനം ചെയ്യുന്ന ഇരു കൂട്ടരുടെയും സംഭാവനകൾ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ബിവറേജസ് കോർപ്പറേഷന്റെ 2023-2024 വരുമാനം എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കമ്മീഷൻ പരിപാടികളും എല്ലാം കഴിഞ്ഞ് 19,088.68 കോടി രൂപ ആണ്. മാത്രമല്ല ഇക്കഴിഞ്ഞ ഓണത്തിന് ജീവനക്കാർ ഒന്നിന് 95,000 രൂപ ബോണസായി അവർ നൽകുകയും ചെയ്തിരുന്നു. വെറും 270 ഔട്ട്ലെറ്റും 5,263 ജീവനക്കാരെയും വെച്ചാണ് ബിവറേജസ് കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും ലാഭകരമായ ഒരു പൊതുമേഖല കള്ളുകച്ചവട സ്ഥാനമായി മാറിയത്. അവർ കുടിച്ച് തന്റെ ദാരിദ്ര്യം മറക്കട്ടെ, തന്റെ ദുരിതം ഇനി ഓർക്കാതിരിക്കട്ടെ എന്ന വേദവാക്യമാണ് ബെവ്കോ യഥാർത്ഥത്തിൽ അനർത്ഥമാക്കുന്നത്. കുടിയന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ? ഔട്ട്ലെറ്റിന് സമീപം എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും തൊഴിലാളി തർക്കമുണ്ടോ? ഉപഭോക്താക്കൾ തമ്മിൽ പോലും എന്ത് കരുതലാണ്, സ്നേഹമാണ്. അടിക്കടി വില കൂട്ടിയിട്ടും അവർക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ഒരു പരാതിയുണ്ടോ? ഇല്ല. കർത്താവ് പഠിപ്പിച്ച സ്നേഹം, കരുണ, ക്ഷമ, സൗമ്യത, പങ്കിടൽ, കരുതൽ ഒക്കെ കാണണമെങ്കിൽ ഒരൊറ്റ പള്ളിയിൽ പോയാലും നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ ഒരു ബെവ്കോ ഔട്ട്ലെറ്റ് ചെന്നാൽ ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കുർബാന സ്വീകരിക്കാൻ പോലും എന്തൊരു തിക്കും തിരക്കുമാണ് ഇവർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു ബെവ്കോ ക്യൂവിൽ എന്ത് അച്ചടക്കത്തോടെയാണ് അവർ ആ തിരുനീരിനായി കാത്തു നിൽക്കുന്നത്. കള്ളുകച്ചവടത്തിൽ മുമ്പ് യാതൊരു പ്രാവണ്യവും തെളിയിച്ചിട്ടില്ലാത്ത ഒരു IPS ഉദ്യോഗസ്ഥ ശ്രീമതി ഹർഷിത അട്ടല്ലൂരിയാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ കസേരയിൽ ഇരുന്ന് കള്ളുകച്ചവടത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഒരു ഫുള്ളിൽ എത്ര ലാർജ് ഉണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടറുടെ കസേരയിൽ ഇരുന്ന ശേഷം മാത്രമാണ് താൻ മനസ്സിലാക്കിയതെന്നാണ് മേഡം പറയുന്നത്. IPSകാരുടെ ആ യൂണിഫോമോ ജാടയോ ഒന്നും അവിടെയില്ല. എന്നാൽ പൂച്ചാട്ടി മെത്രാന്മാർ മനുഷ്യരെ പേടിപ്പിക്കാൻ, ഊഞ്ഞാലാക്കാൻ എന്തൊക്കെ ഏച്ചുകെട്ടിയും വെച്ചുകെട്ടിയുമാണ് നിന്ന് അവരുടെ ഈ കച്ചവടങ്ങൾ നടത്തുന്നത്. ഇനി നമുക്ക് മെത്രാന്മാരുടെ കച്ചവടം ഒന്ന് പരിശോധിക്കാം. ബിവറേജസ് കോർപ്പറേഷനിലെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും ജീവനക്കാർക്കുമെല്ലാം കുടുംബങ്ങളുള്ളവരും അവർക്കെല്ലാം വലിയ ശമ്പളവും ആനുകൂല്യവും എല്ലാം നൽകുന്നവരാണ്. എന്നാൽ കൂലിയില്ല കുപ്പായ തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ നേതൃത്വം നൽകുന്ന സഭകളിൽ എത്ര മെത്രാന്മാരുണ്ട്, പാതിരിപ്പണിക്കാരന്മാരുണ്ട്, അതെല്ലാം പോരാഞ്ഞ് മടത്തിലമ്മമാരുമുണ്ട്. ഇവരുടെ സഭകളിലെ കച്ചവടത്തിൻ്റെ എന്തെങ്കിലും ഒരു വിശദാംശങ്ങൾ പുറംലോകം അറിയാറുണ്ടോ? മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമാണെങ്കിൽ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും ഒക്കെ ഉണ്ടെന്ന് വെക്കാം. തട്ടലും വെട്ടലും അമുക്കലും ഒക്കെ ഉണ്ടെങ്കിലും അവശേഷിക്കുന്ന കണക്കുകളെങ്കിലും പുറത്തു വരും. ശബരിമല നട അടയ്ക്കേണ്ടുന്ന താമസം, എത്ര കാണിക്ക കിട്ടി, എത്ര കോടിയുടെ അരവണ വിറ്റു എന്നൊക്കെയുള്ള കണക്കുകൾ ഇനം തിരിച്ച് പുറത്തു വരും. എന്നാൽ ഈ മെത്രാന്മാരുടെ കച്ചവടത്തിൻ്റെ എന്തെങ്കിലും കണക്കുകൾ പുറം ലോകം അറിയുമോ? ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നല്ലേ? പറയാം. കഴിഞ്ഞ ദിവസം KCBC എന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ മദ്യവിരുദ്ധ സമിതി കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഇൻഡാസുമായി രംഗത്ത് വന്നിരുന്നു. മദ്യാസക്തി എന്ന ദൗർബല്യത്തെ സർക്കാരും ബെവ്കോയും ചൂഷണം ചെയ്യുകയാണ്. മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യ വീഡിയോ ബിവറേജസ് കോർപ്പറേഷൻ എത്രയും വേഗം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് KCBCയുടെ സംസ്ഥാന നേതൃത്വം പത്രക്കുറിപ്പ് ഒക്കെയായി മുന്നോട്ട് വന്നത്. ഓർക്കുക, ഈ മെത്രാൻമോന്മാർ ഇരിക്കുന്ന ഈ KCBCയുടെ ആസ്ഥാനമായ കൊച്ചിയിലാണ്
ബെവ്കോയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉള്ളത്. 36 ഔട്ട്ലെറ്റുകളാണ് കൊച്ചിയിൽ മാത്രം ഉള്ളത്. ഇതിൻ്റെ പല മടങ്ങ് ബാറുകളും കള്ളുഷാപ്പുകളും അവിടെയുണ്ട് എന്നോർക്കണം. ഇതൊന്നും ഈ മെത്രാൻമോന്മാർ തുടങ്ങിയത് അറിഞ്ഞില്ല. അതുപോലെ കേരളത്തിൽ ഓരോ ലിമിറ്റഡ് ബസ് സ്റ്റോപ്പുകളിലും ഓരോന്ന് എന്ന കണക്കിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയത് ഇവന്മാർ അറിഞ്ഞില്ല. ഓർക്കുക, ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് വെറും 29 ബാറുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇത് 801 ഉയർത്തി. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് 1000 കടത്തുക എന്ന ലക്ഷ്യത്തിലാണ് സഹാക്കൾ പോകുന്നത്. ഇങ്ങനെ ബാറുടമകൾ തമ്മിലുള്ള കിടമത്സരത്തിന് വഴിയൊരുക്കുന്നതിനും സർക്കാർ സ്പോൺസേഡ് പണപ്പിരിവിനും വഴിയൊരുക്കുന്നതിനു വേണ്ടിയാണ് യഥേഷ്ടം ബാറുകൾ തുറക്കുവാൻ അനുവദിക്കുന്ന ഈ മദ്യനയം സർക്കാർ കൈക്കൊണ്ടത്. ഇതൊന്നും ഇതുവരെ ഇവിടുത്തെ മെത്രാന്മാരോ ബിഷപ്പന്മാരോ അവരുടെ സംഘടനകളോ കണ്ടില്ല, അറിഞ്ഞില്ല. 3 സ്റ്റാർ ലൈസൻസ് ഉള്ളവർക്ക് ദൂരപരിധി പാലിച്ചാൽ മാത്രം ബാർ ലൈസൻസ് കിട്ടും എന്നതാണ് നിലവിലെ അവസ്ഥ. അടുത്ത് മറ്റൊരു ബാറോ ബിവറേജസ് ഔട്ട്ലെറ്റോ വരാതിരിക്കുവാൻ ഭരണപാർട്ടിയെ കൂട്ടുപിടിക്കേണ്ട, അവർക്ക് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ബാർ ഉടമകൾ. ഇതാണ് സംഘടനകളും ഉദ്യോഗസ്ഥരും മുതലെടുക്കുന്നത്. LDF സർക്കാർ പൂട്ടിയ 282 ബാറുകൾ തുറക്കുവാൻ അനുമതി നൽകിയാണ് പിണറായി സർക്കാരിൻ്റെ ആദ്യ മദ്യനയം പിറന്നത്. ലൈസൻസ് പുതുക്കൽ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇവയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ സർക്കാർ സമർത്ഥമായി ലൈസൻസ് പുതുക്കി നൽകി ശതകോടികൾ കൈക്കൂലി ഇനത്തിൽ കൈപ്പറ്റി. 3 സ്റ്റാറിലേക്ക് എത്തി ലൈസൻസ് നേടിയ ബിയർ വൈൻ പാർലറുകളെയും ലൈസൻസ് പുതുക്കലിനായി പരിഗണിച്ച് പുതിയ ബാറുകളുടെ കണക്കിൽ നിന്നും സർക്കാർ ഒഴിവാക്കി. ഇതിലൂടെ മാത്രം 442 ബാറുകൾ ഇവിടെ തുറന്നു. ഇതിനെല്ലാം പുറമെ 200 ബാറുകൾ കൂടി അനുവദിച്ച ഒന്നാം പിണറായി സർക്കാർ കാലാവധി പൂർത്തീകരിച്ച 5 വർഷമായപ്പോഴേക്കും സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 671 ഉയർന്നിരുന്നു. അന്നൊന്നും ഈ മെത്രാന്മാർക്ക് വായിൽ പിരിവെട്ടിയിരുന്നത് കൊണ്ട് പ്രതികരിക്കുവാൻ പോലും സാധിച്ചില്ല. പിണറായി ഒരു കത്തോലിക്കനായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ മാർപ്പാപ്പയായനെയും എന്ന് ആലഞ്ചേരി എന്ന അലവലാതി പറഞ്ഞത് ആരും മറന്നിരിക്കുവാൻ ഇടയില്ലല്ലോ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 150 ബാറുകൾക്ക് പുതിയതായി ലൈസൻസ് നൽകിക്കഴിഞ്ഞു. ഇതിൽ 33 ബിയർ വൈൻ പാർലറുകളിൽ നിന്ന് ബാറുകളായി രൂപാന്തരം പ്രാപിച്ചവയാണ്. ശേഷിക്കുന്ന 97 മാത്രമാണ് പുതിയ ബാറുകളെന്നാണ് സർക്കാരിൻ്റെ വാദം. ബിയർ വൈൻ പാർലറുകൾ ബാർ ലൈസൻസ് നേടിയാൽ അത് സർക്കാരിൻ്റെ കണക്കിൽപ്പെടില്ല പോലും. 50ഓളം സ്ഥാപനങ്ങൾ ഇപ്പോഴും ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബാറുകളുടെയും ബെവ്കോ ഔട്ട്ലെറ്റുകളുടെയും എണ്ണം ഇനിയും പരമാവധി കൂട്ടുവാൻ അനുവദിക്കുന്നതാണ് സർക്കാരിൻ്റെ നിലവിലെ മദ്യനയം. അതുപോലെ 1-ാം തീയതിയിലെ ഡ്രൈ ഡേയും എടുത്തു മാറ്റിക്കളഞ്ഞു. ആ പിരിവ് വിഷയം വന്ന് നാറിയില്ലായിരുന്നുവെങ്കിൽ 1-ാം തീയതി കൂടി കള്ളുകച്ചവടം ഇവിടെ തകൃതിയായി നടന്നേനെ. ഇത്രയുമൊക്കെ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മദ്യക്കച്ചവടത്തിൽ സഭയ്ക്കും ഈ മെത്രായോളികൾക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കുവാൻ വേണ്ടി മാത്രമാണ്. നോക്കിയും കണ്ടുമൊക്കെ അടിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഈ മോന്മാരാണ് സർക്കാരിനോട് മദ്യക്കച്ചവടം നടത്തുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതം കാനായിലെ ഒരു കല്യാണ വീട്ടിൽ വെള്ളം നല്ല വീഞ്ഞാക്കി മാറ്റുകയായിരുന്നു എന്നതായിരുന്നു. കർത്താവ് എന്തുകൊണ്ട് വെള്ളത്തെ പാലാക്കിയില്ല എന്ന് ചോദിച്ചാൽ പാതിരിമാരുടെ പിരിവിട്ടു. അതുപോലെ സഭാപ്രസംഗി 9:7 പറയുന്നത് പ്രകാരമാണ്: പോവുക, സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക, നിങ്ങളുടെ വീഞ്ഞ് സന്തോഷത്തോടെ കുടിക്കുക, കാരണം നിങ്ങൾ ചെയ്യുന്നതിനെ ദൈവം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുപോലെ സദൃശവാക്യങ്ങൾ 31:7 പറയുന്നത് കണ്ടിട്ടാണ് ഇന്ന് അന്തംകമ്മി സർക്കാർ പുതിയ മദ്യനയം രൂപീകരിച്ചത് എന്ന് വേണം കരുതാൻ. എന്താണത്? അവൻ കുടിച്ച് തൻ്റെ ദാരിദ്ര്യം മറക്കട്ടെ, തൻ്റെ ദുരിതമിനി ഓർക്കാതിരിക്കട്ടെ. പിന്നെ പാതിരിപ്പാമ്പുകൾ എന്തിന് സർക്കാരിൻ്റെ മദ്യക്കച്ചവടത്തെ എതിർക്കണം എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇതുവഴി ഞങ്ങൾ ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയോ സർക്കാരിൻ്റെ മദ്യനയത്തെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയല്ല. മറിച്ച് ഈ KCBCയുടെ ഈ മെത്രാൻ പണിക്കാരന്മാരുടെ നാണം കെട്ട ഡബിൾ സ്റ്റാൻഡ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. KCBCക്കും ഈ മെത്രാന്മാർക്കും മദ്യക്കച്ചവടത്തെ എതിർക്കണമെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടുന്നത് വൈൻ ഉണ്ടാക്കുവാനുള്ള അവരുടെ സഭകളുടെ ലൈസൻസ് സറണ്ടർ ചെയ്യുക എന്നതാണ്. ജനിച്ചധികം പ്രായമാകാത്ത ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നാവിൽ മാമോദിസ സമയത്ത് ആദ്യം ഇറ്റിച്ചു കൊടുക്കുന്നത് നല്ല വൈനാണ്. അന്നാണ് അവൻ ആദ്യമായി ഒരു ആൽക്കഹോൾ കണ്ടന്റുള്ള വൈനിൻ്റെ രുചി അറിയുന്നത്. പിന്നെ കർത്താവിൻ്റെ രക്തമാണ് എന്ന പേരിൽ കുർബാനയ്ക്ക് വീഞ്ഞ് ഉപയോഗിക്കുന്നു. അതിനു പകരം പാലാക്കിക്കൂടെ? പാലാക്കിയാൽ ആരെങ്കിലും അത് തുപ്പിക്കളയുമോ അതോ കർത്താവ് ഇവന്മാരുടെ കൊങ്ങയ്ക്ക് പിടിക്കുമോ? എന്തൊക്കെ ആചാരങ്ങൾ ഇവന്മാരുടെ താല്പര്യാർത്ഥം ഇന്ത്യൻ സമ്പ്രദായങ്ങളിലേക്ക് മാറ്റിമറിച്ചു. എന്തെങ്കിലും ഭൂകമ്പം ഇവിടെ ഉണ്ടായോ? അതുപോലെ കേരളത്തിലെ ബാർ മുതലാളിമാരുടെയും മദ്യക്കച്ചവടക്കാരന്മാരുടെയും ലിസ്റ്റ് എടുത്താൽ 1-ാം സ്ഥാനത്ത് അച്ചായന്മാരാണ്. ഈ അഭിവന്ധ്യ മെത്രായോളികൾക്ക് ആദ്യം അവരെ കൊണ്ട് മദ്യക്കച്ചവടം നിർത്തിക്കുവാൻ സാധിക്കുമോ?
ഇല്ല. കാരണം കാശിന് അത്യാവശ്യം വരുമ്പോൾ ഇവരുടെ അടുത്തേക്കാണ് ഇവർ ആദ്യം പായുന്നത്. അതുകൊണ്ട് KCPCയുടെ മദ്യവിരുദ്ധ സമിതി എന്ന അവസരവാദികളോട് പറയുവാനുള്ളത് ഒറ്റ കാര്യമാണ്. ഈ ഉപദേശത്തിൽ ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് അൺപാർലമെന്ററി ആയി ചിലർക്ക് തോന്നുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒരു ബീപ് സൗണ്ട് ഇടും. പക്ഷേ മനസ്സിലാകേണ്ടവർക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്യും. അല്ലയോ മെത്രാന്മാരെ, ബിഷപ്പന്മാരെ, പാതിരിപ്പാമ്പുകളെ, ഈ ഉപദേശവും ഒന്നിച്ചു വേണം കേൾപ്പാൻ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.